ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടല വെച്ച് ഒരു കറിയാണ് കേട്ടോ. വെള്ളക്കടല, ചന്നാ ദാൾ, വൈറ്റ് ചന്നാ ദാൾ, അത് വെച്ച് ഒരു മസാല ഒക്കെ ഇട്ട് ഒരു ചെറിയ കറിയാട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 1 കപ്പ് ചന്നാ ദാൾ എടുത്ത് നമ്മളത് ഒരു 8 hours നമ്മളത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം, നല്ലവണ്ണം സോക്ക് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിന് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാനത് എടുത്തിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാനത് വേവിച്ചെടുക്കുകയാണ്. ശകല ഉപ്പിട്ടിട്ട് ഞാനതങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 4 വിസിൽ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് അത് വെന്ത് വരും. നല്ലോണം കുതിർന്ന കടലയല്ലേ, അപ്പോഴത്തേക്ക് ഒരു 4 വിസിൽ കൊണ്ട് അത് നല്ലോണം വേഗം. പിന്നെ ഞാൻ 4 വിസിൽ കഴിഞ്ഞു. കുക്കർ നല്ലോണം അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. കടല നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം നമുക്കത് ആവശ്യമുണ്ട്, അത് തന്നെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു ബേ ലീഫ്, കുറച്ച് ഒരു 3-4 ഗ്രാമ്പൂ, ഒരു ചെറിയ സ്റ്റാർ, കുറച്ച് പട്ടയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഒരു പെരിഞ്ജീരകം ആട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണേ. ഇളക്കിയെടുത്ത് കഴിഞ്ഞ ശേഷം കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു വലിയ സൈസ് സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് കരിവേപ്പില കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഒരു വലിയ സൈസ് വെളുത്തുള്ളി കേട്ടോ, ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ഇഞ്ചി ഒരു ചെറിയ പീസ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വിട്ടുപോയി. പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, 3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് 1 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. സവാള ഒന്ന് നന്നായിട്ട് വാടി വരണം. ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. സവാള നന്നായി വാടിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ മഞ്ഞൾ പൊടി ഇട്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാധാരണ മുളക് പൊടി 1.5 ടീസ്പൂൺ എരിവിന് വേണ്ടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് ഇടാം കേട്ടോ. ഇപ്പോൾ ഈ എരിവ് കറക്റ്റായിരിക്കും. പിന്നെ ഒരു 3 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനുണ്ടല്ലോ ഈ വെള്ളം നമ്മുടെ കടല വേവിച്ചെടുത്ത വെള്ളം കേട്ടോ. ആ വെള്ളം എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. അത് നല്ലോണം മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്തു. എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ തക്കാളിയൊക്കെ ഇല്ലേ, തക്കാളി മസാല, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അരയ്ക്കാൻ പോവാണ്. മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോകട്ടോ. തക്കാളിയൊക്കെ അത് നന്നായിട്ട് അരച്ചെടുത്താൽ ഒരു നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഞാൻ ആഡ് ചെയ്യുവാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ തേങ്ങ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞ ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് ഈ കൂട്ടിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കേട്ടോ. നമ്മളിപ്പോൾ മസാലക്കൂട്ടില്ലേ അതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു തിരിച്ച് നന്നായിട്ട് അരച്ചിട്ട് കറിക്ക് ഇച്ചിരി നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കുറച്ച് നല്ല ചപ്പാത്തിക്കും ചോറിനും എല്ലാം ദോശയ്ക്കൊക്കെ നല്ല ഒരു കോമ്പിനേഷനാട്ടോ ഈ കടലക്കറി. പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലയില്ലേ അത് അതിൻ്റെ അകത്തോട്ട് ഇട്ടു.
അതിനകത്തിട്ട് ഇട്ടിട്ട് ആ വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നല്ലവണ്ണം തിളപ്പിച്ച് കുറച്ച് വറ്റി വരണം കേട്ടോ. നമ്മൾ ഇച്ചിരി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടോട്ടോ. ഒരു മസാലയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ വിട്ടുപോയി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.